നമുക്ക് തുടങ്ങിയാലോ? Recording in progress. ഇത് തൊട്ട് കുറച്ച് സ്പീഡാക്കാൻ പോവാ കേട്ടോ, എല്ലാരും ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ മനസ്സിലാവില്ല. തുടങ്ങട്ടെ ഞാന്? റിപ്ലൈ ഒന്നും തുടങ്ങാം ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് തൊട്ട് ജെനറ്റിക്സിന്റെ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് കയറിയാണ്. ഓക്കെ, ആദ്യം മെന്റലിന്റെ തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ലെവലാണ്. ഇനി അങ്ങോട്ട് ശരിക്കുള്ള ജെനറ്റിക്സ് നമ്മൾ പഠിക്കാൻ പോവാ. ഓക്കെ, അപ്പോ ഇതിൽ നമുക്ക് തുടക്കം ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലാവാം. ഓക്കെ, ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് രണ്ടാൾക്കാർ കൊണ്ടുവന്നൊരു തിയറിയാണ്. സട്ടൺ ആൻഡ് ബോവറെ, ഈ രണ്ടാൾക്കാരാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത് ഇൻ 1902. ഓക്കെ, ഇവരെ എക്സ്പെരിമെന്റ്സിൽ ഇവർ കാണാൻ സാധിച്ചത്, മെന്റൽ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ്സ് എല്ലാം എല്ലാവർക്കും ഓർമ്മയില്ലേ? അതിൽ മെന്റൽ ഒരു കാര്യം ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ മെന്റല് അവര് ആ സമയത്ത് ജീൻസിന് എന്താ വിളിച്ചുകൊണ്ടിരുന്നത്? എനിവൺ റിപ്ലൈ? ഫാക്ടേഴ്സ്. ആ, ഫാക്ടേഴ്സ്. അപ്പോ ഈ സട്ടൺ ആൻഡ് ബോവറി ചെയ്ത എക്സ്പെരിമെന്റില് ഇവർക്ക് കാണാൻ സാധിച്ചത് ഈ ഫാക്ടേഴ്സിനോട് സാമ്യതയുള്ള ഒരു സംഭവമാണ്. ഓക്കെ, സിമിലാരിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഈ ഇവരുടെ എക്സ്പെരിമെന്റ്സിൽ ഇവര് ക്രോമസോംസിനെ കണ്ടു. ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റസ് ബോഡീസ് ആണ്. ഓക്കെ, ഈ DNA കണ്ടൻസ് ചെയ്തിട്ടാണ് ഈ ക്രോമസോംസ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോ ഈ ക്രോമസോംസിനെ ഈ ന്യൂക്ലിയസിനകത്ത് കണ്ടു. ഈ ക്രോമസോംസ് ഇവര് ഈ സെൽ ഡിവിഷന്റെ സമയത്ത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഈ സെൽ ഡിവിഷന്റെ സമയത്തുള്ള ഈ ക്രോമസോംസ് ഈ മെന്റൽ പറഞ്ഞ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതുമായിട്ട് സിമിലാരിറ്റി കാണിച്ചു. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോമസോംസ് രണ്ട് പാരന്റ്സിൽ നിന്നാണല്ലോ വരുന്നത് സൈഗോട്ടിലേക്ക്. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതാണ്. രണ്ട് പാരന്റ്സിൽ നിന്നും ക്രോമസോം കിട്ടും സൈഗോട്ടിലേക്ക്. സൈഗോട്ട് അപ്പോ ഈ സൈഗോട്ടില് ഈ രണ്ട് പാരന്റ്സിൽ നിന്നും ക്രോമസോം വന്നതിന് ശേഷം ഇവര് ആ ഒരു സൈഗോട്ട് വളർന്ന് മൈറ്റോസിസ് നടന്ന് ഒരു എന്താ പറയാ ഒരു ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസം കംപ്ലീറ്റ് ആവും. അങ്ങനെ അത് കഴിഞ്ഞ് ഈ ഓർഗാനിസം റീപ്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് അവർക്ക് ഗാമേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഗാമേറ്റ്സ് ഉണ്ടാകുന്ന സമയം ഈ ക്രോമസോം വീണ്ടും സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു പാർട്ട് അടുത്ത ഇവരെ പ്രോജനിയിലേക്ക് പാസ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ക്രോമസോമിനെ ഇവർ കണ്ടേക്കുന്നത്, ഇവർ നടത്തിയ എക്സ്പെരിമെന്റ്സിൽ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഗാമേറ്റ്സിന് നമ്മുടെ നോർമൽ ഓർഗാനിസത്തിന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗാമേറ്റ്സിന് അതിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം മാത്രമേ കിട്ടുള്ളൂ. ഒരു ഓർഗാനിസത്തിന്റെ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആണ് അവരുടെ ഗാമേറ്റ്സിൽ ഉണ്ടാവുക. പിന്നെ ഇവര് ഈ ക്രോമസോം ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ഈ പ്രോജനിയിലേക്ക് ക്രോമസോം ഇൻഹെറിറ്റ് ചെയ്യുന്നത് ഈ ഈ ഫാക്ടേഴ്സ്, മെന്റലിന്റെ ഫാക്ടേഴ്സ് ഈ പ്രോജനിയിലേക്ക് ഇൻഹെറിറ്റൻസ് ചെയ്യുന്നതിന് സിമിലാരിറ്റി കാണിച്ചു. ഓക്കെ, ഈ മെന്റലിയൻ ഫാക്ടേഴ്സ്
ഇത് ക്രോമസോമിന്റെ ഇൻഹെറിറ്റൻസിന് സിമിലാരിറ്റി കാണിച്ചു. ഇതാണ് ഇവർ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ബേസിക്കലി മെൻഡീലിയൻ ഫാക്ടേഴ്സ്, അതോ നമ്മളിപ്പോ അതിനെ ജീൻസ് എന്നാണ് വിളിക്കുന്നത്, ഇതിന് ഈ ക്രോമസോം ആക്ട് ചെയ്യുന്ന ഈ മിയോസിസിന്റെ സമയത്ത് ക്രോമസോം ആക്ട് ചെയ്യുന്നതിന് സിമിലാരിറ്റി കാണിച്ചു. ഓക്കെ, ഈ ഒരു സിമിലാരിറ്റി കൊണ്ടാണ് ഇവര് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ അതിന്റെ ഒരു ഡെഫിനിഷൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ബേസിൽ നിന്ന് തുടങ്ങിയിട്ട് പറയാം. ഡെഫിനിഷൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഫസ്റ്റ് ഞാൻ ഏറ്റവും ബേസിൽ നിന്ന് വരാം. നമ്മുടെ ബോഡി. ഓക്കെ, ഈ ബോഡിയിലുള്ള സെൽസിനെ, നോർമൽ സെൽസിനെ നമ്മൾ സൊമാറ്റിക് സെൽസ് എന്നാണ് വിളിക്കുക. ഈ സൊമാറ്റിക് സെൽസ് ഈ സൈഗോട്ടിൽ ഉണ്ടാകുന്ന സെൽസിൽ നിന്ന് സെൽ ഡിവിഷൻ നടക്കും, അഥവാ മൈറ്റോസിസ് നടക്കും. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് നടന്നിട്ടാണ് എന്താ പറയാ നമ്മുടെ ഇപ്പൊ കാണുന്ന ഈ രൂപം ആവുന്നത്. ഈ ഹ്യൂമന്റെ ഈ ഒരു രൂപം ആവുന്നത് അങ്ങനെയാണ്. എംബ്രിയോയിൽ നിന്ന് നമ്മുടെ ഹ്യൂമൻ ഉണ്ടാവുന്നത് ഈ റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോസിസ് നടക്കുന്നുണ്ടോ. ഓക്കെ, ഈ മൈറ്റോസിസ് നടക്കുന്ന സമയത്ത് അതില് ബേസിക്കലി ഫസ്റ്റ് നമ്മുടെ ഒരു സെല്ലിലുള്ള DNA അത് ഡബിൾ ആവും. ഓക്കെ, ഡബിൾ ആയി കഴിഞ്ഞ് അത് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് അടുത്ത സെല്ലിന് കൊടുക്കും. ഇങ്ങനെയാണ് ബേസിക്കലി മൈറ്റോസിസ് നടക്കുന്നത്. ഈ ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA ഡബിൾ ആയി അത് പിന്നെ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ ഇവര് ഈ ഡിവിഷന്റെ സമയത്ത് ഈ DNA യൂഷ്വലി DNA രൂപത്തിലല്ല ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം DNA ഡബിൾ ചെയ്യും, പിന്നെ അത് കണ്ടൻസ് ചെയ്ത് ക്രോമസോം ആവും. ആ ക്രോമസോം ആണ് പിന്നീട് ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്തിട്ട് അടുത്ത സെല്ലിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോയിഡ് ഓർഗാൻസ് ആണ്. ഓക്കെ, മോസ്റ്റ് കാണുന്ന മാമൽസ് ഒക്കെ ഡിപ്ലോയിഡ് ഓർഗാൻസ് ആണ്. ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ അതിൽ 2 സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. ഓക്കെ, ഒന്ന് മദറിൽ നിന്ന് വരുന്നത്, ഒന്ന് ഫാദറിൽ നിന്ന് വരുന്നത്. ഓക്കെ, ദെൻ ഈ ക്രോമസോംസ് ഉണ്ടല്ലോ, ഈ മിയോസിസിന്റെ സമയത്ത് മദറിൽ നിന്ന് കിട്ടിയതും ഫാദറിൽ നിന്ന് കിട്ടിയതും മിയോസിസിന്റെ സമയത്ത് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഗാമേറ്റ് ഫോം ചെയ്യും. ഈ ഗാമേറ്റ് ഫോർമേഷൻ നടക്കുന്നത് മൈറ്റോസിസ് അല്ല, മിയോസിസ് ആണ്. അത് മനസ്സിൽ വെച്ച എല്ലാവരും. ഓക്കെ, നോർമൽ സെൽ ഡിവിഷൻ അഥവാ നമ്മുടെ നോർമൽ സെൽസ് ഈ സൈഗോട്ടിൽ നിന്ന് ഉണ്ടായി വരുന്ന റിപ്പീറ്റഡ് ഡിവിഷൻ നടക്കുന്നത് അതൊക്കെ മൈറ്റോസിസ്. പക്ഷെ ഗാമേറ്റ് ഫോർമേഷൻ സമയത്ത് മിയോസിസ് ആണ് നടക്കുന്നത്. ഈ മൈറ്റോസിസ് എന്താ, മിയോസിസ് എന്താന്ന് ഞാൻ വരുന്ന സ്ലൈഡിൽ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് behavior of chromosome during meiosis indicates that Mendelian factors or genes are located linearly on chromosome. എന്ന് വെച്ചാൽ ഈ തിയറി പ്രകാരം മെൻഡീലിയൻ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ ക്രോമസോമിന്റെ മുകളിലാണ്, ഈ ക്രോമസോമിന്റെ ഉള്ളിലാണ് ഈ ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജീൻസ് ആണ് മെൻഡീലിയൻ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇത് പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ക്രോമസോമിന്റെ ഉള്ളിലാണ് ജീൻസ് അഥവാ മെൻഡീലിയൻ ഫാക്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ലീനിയർ ഫാഷൻ. അപ്പോ ഇപ്പൊ നമുക്കറിയാം ഈ എന്താ പറയാ മെൻഡീലിയൻ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ജീൻസ് ആണ് എന്നൊക്കെ. പക്ഷെ ആ പണ്ട് കാലത്ത് മെൻഡീലിയൻ ഫാക്ടേഴ്സ് ജീൻസ് ആണോ ക്രോമസോംസ് ആണോ എന്നൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. അന്നേരം ജീൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ എളുപ്പത്തിനാണ് ഞാൻ അവിടെ ജീൻസ് എന്ന് കൊടുത്തത്. മെൻഡീലിയൻ ഫാക്ടേഴ്സ് ഓഫ് ജീൻസ് എന്ന് ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇവര് ബേസിക്കലി കണ്ടുപിടിച്ചത് ഈ ജീൻസ് അഥവാ മെൻഡീലിയൻ ഫാക്ടേഴ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ ക്രോമസോം. ഇതാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ,
നമുക്കിപ്പോ അറിയാം ഈ ക്രോമസോം എന്ന് പറയുന്നത് DNA മോളിക്യൂള് എന്താ പറയുക കണ്ടൻസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഉള്ളിൽ ഈ DNA സെഗ്മെന്റ്സിനെയാണ് ജീൻസ് എന്ന് വിളിക്കുന്നത് എന്നൊക്കെ നമുക്കിപ്പോ അറിയാം. പക്ഷെ പണ്ട് ഇതൊന്നും ആർക്കും അറിഞ്ഞിട്ടില്ല. അതൊക്കെ കണ്ടുപിടിച്ച് വരുന്ന സ്റ്റേജ് ആണ്. ആ ഒരു ടൈമിലാണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പുട്ട് ഫോർത്ത് ചെയ്തത് ബൈ സട്ടൺ ആൻഡ് ബോറി ഇൻ 1902. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ലിങ്കേജ് എന്നാണ് നോക്കാം. ഞാൻ ആദ്യം ഡൈഹൈബ്രിഡ് ക്രോസിന്റെ ഒരു റേഷ്യോ പറഞ്ഞായിരുന്നു, ഫീനോട്ടിപ്പിക് റേഷ്യോ. അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. 3:1. ഡൈഹൈബ്രിഡ് ക്രോസ് അല്ലേ? അതെ അതെ 9:3:3:1 ആണോ? അത് തന്നെ അത് തന്നെ അത് തന്നെ. അപ്പോ ഇവര് ഈ ബേസ്റ്റൺ ആൻഡ് പന്നറ്റ്, ഈ പന്നറ്റ് സ്ക്വയറിൽ എല്ലാവരും ഓർമ്മയില്ലേ? ഈ പന്നറ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിനെ പന്നറ്റ് സ്ക്വയർ എന്ന് വിളിച്ചത്. ഓക്കെ, പന്നറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോ ഈ ബേസ്റ്റൺ അതേപോലെ പന്നറ്റും കൂടെ ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. ഈ സ്വീറ്റ് പി അഥവാ ലാത്തിറസ് സെറ്റൈവൻ, സാധാ നോർമൽ പീ പ്ലാന്റ്സിനെ വിളിച്ച പേരെന്തായിരുന്നു? അതും കൂടെ ഒന്ന് പറഞ്ഞേ. അതിന്റെ സയന്റിഫിക് നെയിം എന്തായിരുന്നു? പൈസം സറ്റൈവം. ഓക്കെ, ഇതിന്റെ പേര് ലാത്തിറസ് സറ്റൈവം, സ്വീറ്റ് പി എന്ന് വിളിക്കും ഇതിനെ. ഓക്കെ, അപ്പോ ഇതില് ഇവരൊരു ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തി. പക്ഷെ നടത്തിയപ്പോ ഇവർ കണ്ട ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 7:1:1:7 എന്ന റേഷ്യോ ആണ് ഇവർക്ക് കിട്ടിയത്. പക്ഷെ മെന്റലിന് അങ്ങനെ അല്ലാതെ കിട്ടിയത്. അപ്പൊ ഇവര് ഇതിൽ നിന്ന് മനസ്സിലാക്കിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്രോമസോമിന്റെ മേളിൽ ഒരു സെയിം ക്രോമസോം, ആ സെയിം ക്രോമസോമിന്റെ മേളിൽ ഒരു 2 ജീൻ ഉണ്ട് എന്ന് വെക്കാം. രണ്ടും 2 ട്രൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. ഓക്കെ, ഒന്ന് ഐ കളർ ഇരിക്കട്ടെ, ഒന്ന് ഹൈറ്റ് ഇരിക്കട്ടെ. ഒന്ന് മനസ്സിൽ വെക്കാനാണ്. ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസ് ആണെങ്കിൽ ഒന്ന് സീഡ് കളർ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഹൈറ്റ് ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ 2 ജീൻ ഈ നോർമൽ മെന്റലിന്റെ ഈ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, ഇവര് ഒന്നിച്ച് ഇൻഹെറിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ടെൻഡൻസി ഉണ്ട്. അപ്പോ ഇതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കേജ്. ലിങ്കേജ് എന്ന് പറയുമ്പോൾ ഒരു സെയിം ക്രോമസോമിന്റെ മേളിൽ 2 ജീൻ ഉണ്ടാവുമ്പോൾ അവര് ഒന്നിച്ച് ഇൻഹെറിറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി വരും. ആ ടെൻഡൻസിനെയാണ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ഇവര് എത്ര അടുത്തിരിക്കുന്നു, ഇപ്പോ 2 ജീന് വളരെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ അവര് എന്തെന്നാ പറയാ, ലിങ്കേജ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇതിനാണ് ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് ക്രോസിംഗ് ഓവർ. ഈ ലിങ്കേജ് ഉള്ള ജീൻസ് നമുക്ക് എന്താ പറയാ എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ചെയ്യണം. എപ്പോഴും ആ 2 ജീൻ ഒന്നിച്ച് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികളിൽ വലിയ മാറ്റമൊന്നും വരില്ല. ഓക്കെ, ഇപ്പോ പാരന്റ്സിനോട് ഐഡന്റിക്കൽ ആയിരിക്കും കുട്ടികൾ. അപ്പോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണം. ഫാദറിൽ നിന്ന് വരുന്നതും അതേപോലെ തന്നെ മദറിൽ നിന്ന് വരുന്നതും ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്താലേ കുട്ടികളിലേക്ക് നോക്കുമ്പോ ഫീനോടൈപ്പ് മാറ്റം ഉണ്ടാവും. അപ്പോ ഈ 2 ജീൻ ഒന്നിച്ച് ക്രോസ് ചെയ്താൽ ശരിയാകത്തില്ലല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രോസിംഗ് ഓവർ നടത്തുന്നത്. ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിക്സ് അഥവാ ഫാദറിൽ നിന്ന് വരുന്നതും മദറിൽ നിന്ന് വരുന്നതും ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇത് വരച്ച് കാണിക്കുമ്പോഴാണ് കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവുക. ഇത് ഫാദറിൽ നിന്ന് വരുന്ന ക്രോമസോം. ഓക്കെ, ഇത് മദറിൽ നിന്ന് വരുന്ന ക്രോമസോം. ഇവര് ഈ 2 പേര് ഈ പേരിനെ കണ്ടോ? ഈ പേരില് ഇവരെ ഇൻഡിവിജ്വൽ ആയിട്ട് വിളിക്കുന്നതിന് ഇൻഡിവിജ്വൽ ആയിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. ഇത് ഒരെണ്ണം മാത്രമാകുമ്പോൾ ക്രോമാറ്റിഡ് ആവും. ഇത് ക്രോമസോം, 2 ഒപ്പരം വരുമ്പോൾ അത് ക്രോമസോം. ഇപ്പോ
ഇവര് രണ്ടും ഒരു ക്രോമസോമിന്റെ ഭാഗം തന്നെയാണെങ്കിൽ ഇവരാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണിത്. എസ് എന്ന് നമുക്ക് വിളിക്കാം. ഇത് ക്രോമസോം പി. അപ്പോ ഈ എന്താ പറയാ, ക്രോസിംഗ് ഓവർ എങ്ങനെ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാ ഇത് ഫാദറിൽ നിന്ന് വരുന്ന ക്രോമസോം, ഇത് മദറിൽ നിന്ന് വരുന്ന ക്രോമസോം എന്ന് വിചാരിക്കുക. അപ്പോ ഇവിടെയുള്ള ഈ ഒരു ചെറിയ പോർഷൻ അത് ഞാൻ കുറച്ച് നീട്ടി വരച്ചിട്ടുണ്ട്. ഈ മദറിൽ നിന്ന് വരുന്ന പോർഷൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ജീൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിനെ വിളിക്കുന്നതാണ് ഈ ക്രോസ് ചെയ്യും. രണ്ട് പോർഷൻ തമ്മിൽ ക്രോസ് ചെയ്യും, രണ്ട് ക്രോമസോമിനെ, ഫാദറിൽ നിന്ന് വരുന്നതും മദറിൽ നിന്ന് വരുന്നതും. അതിനെയാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ഹോമോലോഗസ് ക്രോമസോം തമ്മിൽ ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, ഓക്കെ, ക്രോസിംഗ് ഓവർ എന്ന് പറയുമ്പോൾ ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. ഈ ക്രോസിംഗ് ഓവർ ചെയ്യുന്ന പോയിന്റിനെയാണ് കയാസ്മാറ്റ എന്ന് വിളിക്കുന്നത്. ആ നെയിം ഒന്നും കൂടി പറയാ സാർ. കയാസ്മാറ്റ അത് വരുന്നുണ്ട്. ഇതാ ഇവിടെ ഉണ്ട്. CHIASMATA. ഓക്കെ, അപ്പോ ഈ ക്രോസിംഗ് ഓവർ നടക്കുന്ന എപ്പോഴും മിയോസിസിന്റെ സമയത്താണ് ക്രോസിംഗ് ഓവർ നടക്കുക. ഓക്കെ, ഈ രണ്ട് ഫാദറിൽ നിന്നും മദറിൽ നിന്നും വരുന്ന ഹോമോലോഗസ് ക്രോമസോം അതിന്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ഈ ജീൻ എക്സ്ചേഞ്ച് ചെയ്യും. അതിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈ ക്രോസിംഗ് ഓവർ നടക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ കയാസ്മ. പിന്നെ ഇവര് നടക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് മിയോസിസിന്റെ ഒരു പ്രത്യേക സ്റ്റേജ് ഉണ്ട്, പ്രോഫേസ് 1 എന്ന് വിളിക്കും. മിയോസിസ് എന്താ, മൈറ്റോസിസ് എന്താന്ന് ഞാൻ ഇനി അടുത്ത് വരുന്ന സ്ലൈഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കേണ്ടത് ഈ പ്രോഫേസ് 1ന്റെ സമയത്താണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്, അതും മിയോസിസ് 1ന്റെ ടൈമിൽ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണ്. ഇവിടെ കയാസ്മ എന്നാണ് ഞാൻ കൊടുത്തത്, കയാസ്മാറ്റയാണ് കേട്ടോ, ലാസ്റ്റ് TA ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ മാറ്റിത്തരാം. ഓക്കെ, കയാസ്മ എന്നാണോ വായിക്കുന്നത്? അതിന്റെ കയാസ്മാറ്റ ലാസ്റ്റ് TA കൂടെ ഉണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിത്തരാം. നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പേജ് ഒക്കെ നേരെ TA കൂടെ എഴുതി വെച്ചോ. അപ്പോ ലിങ്കേജ് എന്ന ക്രോസിംഗ് ഓവർ എന്ന് മനസ്സിലായല്ലോ. പിന്നെ ലിങ്കേജ് ഗ്രൂപ്പ് എന്നാണ് ഞാൻ പറഞ്ഞില്ല അല്ലേ, സോറി, ഈ സ്ലൈഡ് ഞാൻ വിട്ടുപോയി. ഈ ലിങ്കേജ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായില്ല. ഈ ലിങ്കേജിൽ രണ്ട് ജീൻസ് ഒന്നിച്ചുണ്ടാകുന്ന ടെൻഡൻസിനെയാണല്ലോ ലിങ്കേജ് എന്ന് വിളിക്കുന്നത്. ഈ ഒന്നിച്ചുള്ള ഈ രണ്ട് ജീൻസ് ഇല്ലേ, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീൻസോ, ഇവരാണ് ലിങ്കേജ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അത് മനസ്സിൽ വെച്ചോ. ഓക്കെ, അത് പറയാൻ വിട്ടുവരാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ കാണിച്ചു തരാം, ലിങ്കേജും ക്രോസിംഗ് ഓവറിന്റെയും ഒരു എക്സാമ്പിൾ. ഇവിടെ നടക്കുന്നത്, ഞാൻ പോയിന്റ് എടുക്കട്ടെ, എന്താ, ഈ പ്രോസസ്സിനെയാണ് മിയോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രോഫേസിന്റെ സമയത്ത് ക്രോമസോം എന്താ പറയാ, പെയർ ചെയ്യും. എന്നിട്ട് ഈ മിയോസിസ് എന്താ മൈറ്റോസിസ് എന്താ അടുത്ത് വരുന്ന സ്ലൈഡ് ഉണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇവിടെ ക്രോസിംഗ് ഓവർ ചെയ്യുന്നുണ്ടോ, ഈ രണ്ട് ക്രോമസോം വന്നു, ഈ രണ്ട് ക്രോമസോമിന്റെ ഈ ഒരു പോയിന്റ് അഥവാ കയാസ്മാറ്റ. അപ്പോ ഈ ഒരു പോയിന്റില് ക്രോസിംഗ് ഓവർ നടക്കും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഇവര് ഈ ക്രോമസോം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി സെപ്പറേറ്റ് ചെയ്യും, എക്സ്ചേഞ്ച് നടന്ന ക്രോമസോം. ഓക്കെ,
അങ്ങനെയാണ് രണ്ട് ഗ്യാമീറ്റ്സിന് ഗ്യാമീറ്റ്സ് ആകുന്നത്. ഓക്കെ, ഈ ക്രോമസോം സെപ്പറേറ്റ് ചെയ്യും. ആക്ച്വലി നിങ്ങൾക്ക് ഇപ്പൊ അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ മൈറ്റോസിസ് എന്താ മിയോസിസ് എന്താ എന്ന് പറഞ്ഞു തരണം. ഈ സ്ലൈഡ് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണുന്നില്ലേ? ഈ സ്ലൈഡിനെയാണ് മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര സ്റ്റേജ് ഉണ്ട്? 6 സ്റ്റേജ് ഉണ്ട്. 6 സ്റ്റേജിലാണ് ഈ മൈറ്റോസിസ് നടക്കുന്നത്. ബേസിക്കലി സെൽ ഡിവിഷൻ. ഓക്കെ, സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ എന്താ പറയാ, ന്യൂക്ലിയസും ജനറ്റിക് മെറ്റീരിയലും ഒക്കെ ഡിവൈഡ് ചെയ്യണം. അപ്പോ അതിന്റെ ഒരു സ്റ്റേജ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഇന്റർഫേസ്. ഇന്റർഫേസിൽ ഈ ഒരു സെല്ല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂക്ലിയോലസിലാണ് ഈ ഇതൊക്കെ കാണാം, ജനറ്റിക് മെറ്റീരിയൽ ഒക്കെ കാണാം. ഈ ന്യൂക്ലിയോലസും അതേപോലെ തന്നെ ന്യൂക്ലിയർ എൻവലപ്പും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്താ പറയാ, ഇത് പ്രോഫൈസ് ആകുന്ന സമയം, സോറി ഒരു കാര്യം കൂടെ, ഇവിടെ ഇപ്പൊ നിങ്ങൾ ജനറ്റിക് മെറ്റീരിയൽ കാണുന്നില്ല, ഫുൾ എന്താ പറയാ, നൂല് ചൊറഞ്ഞ പോലെ ഇല്ലേ അവിടെ കാണാൻ? ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടൊക്കെ വീണ് ഇങ്ങനെ ഫുള്ള് മിക്സ് ആയിട്ടല്ല കാണുന്നത്. ഇത് ഇങ്ങനെയാണ് യൂഷ്വലി സെല്ലിനകത്ത് DNA ഉണ്ടാവുക. പക്ഷെങ്കില് ഡിവിഷന്റെ സമയത്ത് അത് കണ്ടൻസ് ചെയ്യും. ആ കണ്ടൻസ് ചെയ്തിട്ട് ഇതാ ക്രോമസോംസ് ഉണ്ടാവും. ഈ ക്രോമസോംസ് ഉണ്ടാവുന്നത് ഈ പ്രോഫേസ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ്. ഇന്റർഫേസിൽ എങ്ങനെയാ? ഇന്റർഫേസിൽ ബേസിക്കലി ന്യൂക്ലിയോലസും ന്യൂക്ലിയോലാർ എൻവലപ്പും ഒക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ക്രോമസോംസ് ഈ ത്രെഡ് ലൈക്ക് സ്റ്റേജിലാണ് ഉണ്ടാവുക. അതിനാണ് ക്രോമാറ്റിൻ എന്ന് വിളിക്കുന്നത്. ആ ക്രോമാറ്റിൻ സ്റ്റേജിലാണ് ഉണ്ടാവുക. അത് എന്നിട്ട് പ്രോഫേസിലേക്ക് വരുമ്പോൾ ഈ ക്രോമസോം ഒന്ന് ഇത് കണ്ടൻസ് ചെയ്യും. ഈ ത്രെഡ് ലൈക്ക് ക്രോമാറ്റിൻ അഥവാ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ആവും. ഈ ക്രോമസോം ഈ പ്രോഫേസ് സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. അത് നോട്ട് ചെയ്ത് വെച്ചോ. അതിന്റെ ശേഷം പിന്നെ ഈ എന്താ പറയുക, പ്രോഫേസിന്റെ വേറെ പ്രോപ്പർട്ടീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ന്യൂക്ലിയോലാർ എൻവലപ്പ് ഉണ്ടല്ലോ, അത് ഡിസപ്പിയർ ചെയ്ത് തുടങ്ങും. ഓക്കെ, വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ന്യൂക്ലിയോലാർ എൻവലപ്പ് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത് ഡിസപ്പിയർ ചെയ്ത് തുടങ്ങും. പ്രോഫേസ് സ്റ്റേജിലാണ്. ഇനി മെറ്റാഫേസ് സ്റ്റേജ് നോക്കാം. മെറ്റാഫേസ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ക്രോമസോംസ് ഉണ്ടല്ലോ, അത് സെൻട്രൽ പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യും. ഓക്കെ, ഈ അലൈൻ ചെയ്യുന്നത് മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനത്തുമ്മിലാണ്. ഓക്കെ, മെറ്റാഫേസ് പ്ലേറ്റിന്റെ മേളില് ക്രോമസോം പെർഫെക്റ്റ് ആയിട്ട് അലൈൻ ചെയ്ത് നിൽക്കും. അതാണ് മെയിൻ ആയിട്ട് ഈ മെറ്റാഫേസിൽ നടക്കുന്നത്. ഇത് മാത്രമല്ല, ഇവിടെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്യുന്നത്. ഈ സ്ട്രക്ചർ കാണുന്നുണ്ടോ? ഇങ്ങനെ വരവരയായിട്ട് രണ്ട് സൈഡിലും. ഇതിനെയാണ് സ്പിൻഡിൽ ഫൈബർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവർ മെറ്റാഫേസ് പ്ലേറ്റിൽ അലൈൻ ചെയ്ത് വെക്കുന്നത് ക്രോമസോമിന്. എന്നിട്ട് അത് ആനാഫേസ് ആകുമ്പോൾ ഈ സിസ്റ്റർ ക്രോമാറ്റിഡ്സിനെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുൾ ചെയ്യും ഈ സ്പിൻഡിൽ ഫൈബേഴ്സ്. ഓക്കെ, അപ്പോ സെപ്പറേറ്റ് ചെയ്യും. ആ ക്രോമസോം സെപ്പറേറ്റ് ആയോ? ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ആണ്. ഇവര് രണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ടീലോഫേസിൽ ഈ ക്രോമസോംസ് എന്താ പറയാ, ഓപ്പോസിറ്റ് പോളിലെത്തി. മാത്രമല്ല ഇവിടെ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ വീണ്ടും ഫോം ചെയ്തു തുടങ്ങും. എന്താ പറയാ, സ്പിൻഡിൽ ഫൈബർ ഒക്കെ ഡിസപ്പിയർ ആയി. പിന്നെ ഈ സെല്ല് ബേസിക്കലി സെപ്പറേറ്റ് ചെയ്തു തുടങ്ങും. രണ്ടും രണ്ട് സെല്ലാവാൻ പോവുകയാണ്. പക്ഷെ അതായിട്ടില്ല. അത് കറക്റ്റ് ആവുക എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റോകൈനസിന്റെ സമയത്ത്, അഥവാ ലാസ്റ്റ് സ്റ്റേജ്. സൈറ്റോകൈനസിന്റെ സമയത്ത്
ആ എന്താ പറയാ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആവും. ഈ രണ്ട് സെല്ലും സെപ്പറേറ്റ് ആയിട്ട് മാറും. ഓരോന്നിനും അതിൻ്റെതായ ന്യൂക്ലിയസും ന്യൂക്ലിയോലസും അതുപോലെ ന്യൂക്ലിയോലാർ എൻവലപ്പും ഒക്കെ ഉണ്ടാവും. അതേപോലെ ആദ്യം കണ്ട ഇതുണ്ടല്ലോ ഈ ക്രൊമാറ്റിൻ, അത് വീണ്ടും ഉണ്ടാവും. ആ കണ്ടൻസ് ചെയ്തതൊക്കെ വീണ്ടും പോയി, കണ്ടൻസേഷൻ ഒക്കെ പോയി, അത് വീണ്ടും ക്രൊമാറ്റിൻ സ്റ്റേജിലാവും. അങ്ങനെ രണ്ട് സെല്ല് ഡിവൈഡ് ചെയ്യും. ഇതിനെയാണ് മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? പിന്നെ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ ചെറിയൊരു റൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, ഇതിനെയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. അത് കാണിച്ചു തരാൻ വിട്ടുപോയി. ഇനി നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അയച്ചു തരും ഇന്ന്, അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി മിയോസിസ് എന്താന്ന് നോക്കാം. മിയോസിസ് എപ്പം നടക്കും എന്നാണ് ഞാൻ പറഞ്ഞത്? എപ്പോഴാണ് മിയോസിസ് നടക്കുക? എനിവൺ? സെൽ ഡിവിഷന് സമയം എനിവൺ? ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നടക്കുന്ന, ഓക്കെ, ക്രോസിംഗ് ഓവർ മിയോസിസിലാണ് നടക്കുക, മിയോസിസിന്റെ സമയത്താണ് നടക്കുക. പക്ഷെ മിയോസിസ് എപ്പോഴാണ് നടക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു. ലിങ്കേജ്. രണ്ടോ അതിലധികമോ ജീൻസ്. അയ്യോ അതൊന്നുമല്ല. മിയോസിസ് നടക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത്. ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയില്ലേ? ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്താണ് മിയോസിസ് നടക്കുക. അതിലാണ് ഈ ക്രോസിംഗ് ഓവറും ലിങ്കേജും ഒക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇത് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പയർഡ് ടു മൈറ്റോസിസ്. ഇത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും നമ്മൾ ഇത് ഇന്ന് തീർക്കും. ഇത് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒന്നും മനസ്സിലാവില്ല. സോ ഫസ്റ്റ് ഈ എന്താ പറയാ, മിയോസിസിന്റെ സമയത്തും പറഞ്ഞു കഴിഞ്ഞ സ്റ്റേജസ് ഉണ്ട്. നേരത്തെ മൈറ്റോസിസിന് ഞാൻ ഒരുപാട് സ്റ്റേജസ് പറഞ്ഞായിരുന്നു. അതേപോലത്തെ സ്റ്റേജസ് ഈ മിയോസിസിന്റെ സമയത്തും കാണാം. പ്രോഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ് ഒക്കെ ഇതിനും ഉണ്ട്. പക്ഷെങ്കിൽ ഇവര് തമ്മിൽ നല്ല വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിൽ രണ്ടെണ്ണത്തിലും സെയിം നമ്പർ ഓഫ് എന്താ പറയാ ക്രോമസോം ആണ് ഉണ്ടാവുക. ലൈക്ക് ആദ്യം മൈറ്റോസിസ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുക 46 ക്രോമസോമിലാണെങ്കിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെല്ലിലും 46 ക്രോമസോം തന്നെ കാണും. പക്ഷെങ്കിൽ മിയോസിസ് നടക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക 46 ക്രോമസോമിലാണെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 സെല്ല് കിട്ടും, 4 ഗാമേറ്റ്സ് കിട്ടും. ആ 4 ഗാമേറ്റ്സിലും 23 ക്രോമസോംസ് മാത്രമേ ഉണ്ടാവും. ഓക്കെ, അതാണ് മെയിൻ വ്യത്യാസം. അഥവാ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം. ഈ ഹാഫ് ഉള്ളതിനെയാണ് ഹാപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. പേഴ്സ് ഉണ്ടെങ്കിൽ ഡിപ്ലോയിഡ് എന്ന് വിളിക്കും. 46 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 പേഴ്സ് ആണല്ലോ. ആ പെയർ ഉണ്ടെങ്കിൽ ഡിപ്ലോയിഡ് ആയി. ഇപ്പൊ പെയർ ഇല്ല, വെറും 23 ക്രോമസോം ആണ്, അങ്ങനെയാണെങ്കിൽ ഹാപ്ലോയിഡ് എന്ന് വിളിക്കും. അപ്പോ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് 4 സെല്ല് കിട്ടും. ആ 4 സെല്ലിലും ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അതാണ് മെയിൻ വ്യത്യാസം. ഇനി നമുക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എസ് ഫേസ് അഥവാ സിന്തസിസ് ഫേസ്. ഈ ഫേസിൽ എന്തൊക്കെയാ നടക്കുന്നത്? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. എന്താ പറയാ, അത് മാത്രമല്ല അതിന്റെ ടോട്ടൽ, ആ ജനറ്റിക് മെറ്റീരിയലിന്റെ ടോട്ടൽ എമൗണ്ട് 2 ടൈംസ് വർദ്ധിച്ചു. ഓക്കെ, ഡബിൾ ആയി. എസ് ഫേസിന്റെ സമയത്ത് മെയിൻ ആയിട്ട് നടക്കുന്ന ഇക്കാര്യമാണ്. അത് നേരത്തെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ മെയിൻ വ്യത്യാസം വരാൻ പോകുന്നത് ഇപ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ പ്രോഫേസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ട് പ്രോഫേസ് 1 അഥവാ മെറ്റാഫേസ് 1, ആനാഫേസ് 1 എന്നിങ്ങനെയാണ് വിളിച്ചു പോകാൻ പോകുന്നത്. ഓക്കെ, ഇത് എസ് ഫേസ്. എസ് ഫേസ് അഥവാ ഇന്റർഫേസ് ഈ ഒരു ടൈമിലാണ്
ക്രോമസോമിന്റെ അഥവാ ജനറ്റിക് മെറ്റീരിയലിന്റെ എണ്ണം വർദ്ധിച്ചു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി നടക്കാൻ പോകുന്നത് പ്രോഫേസ് 1. പ്രോഫേസ് 1ന്റെ സമയത്ത് ക്രോമസോമ കണ്ടൻസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഫേസിന്റെ സമയത്ത് ക്രോമസോമ കണ്ടൻസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ ഈ ന്യൂക്ലിയർ എൻവലപ്പ് എന്താ പറയാ ഡിസപ്പിയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത് നോക്കണേ, സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ. അതിനുശേഷം ഹോമോലോഗസ് ക്രോമസോംസ് ഹോമോലോഗസ് ക്രോമസോം എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ. ഹോമോലോഗസ് ക്രോമസോം ഇത് കണ്ട, 2 ഹോമോലോഗസ് ക്രോമസോം ആണ്. ഈ ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്ത് തുടങ്ങും സ്ലൈറ്റ്ലി. ഓക്കെ, ഈ പെയർ ചെയ്ത് ഈ ഒരു സ്ട്രക്ചറിനെയാണ് ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പ്രോഫേസ് 1ലാണ് നടക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട്, ക്രോമസോമ കണ്ടൻസ് ചെയ്യും, ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഒന്ന് ഡിസപ്പിയർ ചെയ്ത് തുടങ്ങും. പിന്നെ ഈ ഹോമോലോഗസ് ക്രോമസോം പെയർ ചെയ്യും. ഓക്കെ, ആ പെയർ ചെയ്ത സ്ട്രക്ചറിനെയാണ് ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. ഇത് ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവിടെ കയാസ്മാറ്റ ഫോം ചെയ്യും. പെയർ ചെയ്യുന്ന സമയം കയാസ്മാറ്റ ഫോം ചെയ്യും. ഈ കയാസ്മാറ്റ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് തമ്മിൽ ഫോം ചെയ്താൽ അവിടെ ക്രോസിംഗ് ഓവർ നടക്കും. ഇതൊക്കെ പ്രോഫേസിലാണ് നടക്കുന്നത്. ഓക്കെ, ക്രോസിംഗ് ഓവർ നടക്കും. ഇതേ സമയം സ്പിൻഡിൽ ഫൈബേഴ്സ് ഒക്കെ ഉണ്ടായി തുടങ്ങും. ഓക്കെ, പ്രോഫേസ് 1. ഇനി പ്രോമെറ്റാഫേസ് 1 എന്ന് പറഞ്ഞ സ്റ്റേജ് ആണ്. പ്രോമെറ്റാഫേസ് 1 എന്ന് പറയുമ്പോൾ മെറ്റാഫേസ് തുടങ്ങുന്നതിന് മുമ്പ്, മെറ്റാഫേസ് 1 തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയൊരു സ്റ്റേജ് ആണ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമോലോഗസ് ക്രോമസോംസ് എന്താ പറയാ ഈ സ്പിൻഡിൽ ഫൈബേഴ്സിനോട് അറ്റാച്ച് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സിനോട് അറ്റാച്ച് ചെയ്തിട്ട് എന്താ പറയാ ഇങ്ങനെ എല്ലാം മൂവ് ചെയ്ത് തുടങ്ങും. അതേപോലെ ഈ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ. ദെൻ മെറ്റാഫേസ് 1 ആവുന്ന സമയത്ത്, നേരത്തെ ഞാൻ മെറ്റാഫേസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെറ്റാഫേസിൽ ഈ മെറ്റാഫേസ് പ്ലേറ്റിന്റെ മേളിൽ അലൈൻ ചെയ്യും, അസംബിൾ ചെയ്യും യൂസിങ് സ്പിൻഡിൽ ഫൈബേഴ്സ്. ഓക്കെ, എന്നിട്ട് അലൈൻ ചെയ്തതിനു ശേഷം ആനാഫേസ് 1ൽ ഈ ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യാണ്. നേരത്തെ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് ഈ മൈറ്റോസിസിന്റെ സമയത്ത്. ഇവിടെ മിയോസിസിന്റെ സമയത്ത് ഹോമോലോഗസ് ക്രോമസോം ആണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. എന്നിട്ട് ടീലോഫേസ് 1ന്റെ സമയത്ത് രണ്ടും 2 സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ എന്താ പറയാ സെല്ല് ഡിവൈഡ് ചെയ്യും. ബേസിക്കലി നടക്കുന്നത് അതാണ്. മാത്രല്ല അവിടെ ഈ ന്യൂക്ലിയർ എൻവലപ്പും അതേപോലെ ന്യൂക്ലിയോലസ് ഒക്കെ വീണ്ടും ഫോം ചെയ്യും. എന്നിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് മിയോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, മിയോസിസ് 1 എന്ന് വിളിക്കും. ഇനി മിയോസിസ് 2. ഈ മിയോസിസ് 2 കൂടെ നടന്നു കഴിഞ്ഞാലേ ഈ മിയോസിസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. മിയോസിസ് 2 എന്ന് പറയുന്നത് ബേസിക്കലി സെയിം ആണ്, മൈറ്റോസിസ് പോലെ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ് മിയോസിസ് 2ന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രോഫേസ് 2. പ്രോഫേസ് 2 എന്ന് പറയുമ്പോൾ ഈ 2 സെല്ലിലേക്ക് മാറിയല്ലോ ടീലോഫേസ് 1ൽ. ഇവിടെ പ്രോഫേസ് 2ൽ ഈ 2 സെല്ലിലും എന്താ പറയാ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് കണ്ടൻസ് ചെയ്യും. ഓക്കെ, പുതിയ സ്പിൻഡിൽ ഫൈബർ ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. അതിനുശേഷം എന്താ പറയാ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം പ്രോമെറ്റാഫേസ് 2ൽ ഈ എന്താ പറയാ സ്പിൻഡിൽ ഫൈബേഴ്സ് ഈ ഈ ക്രോമസോംസിനെ എന്താ പറയാ മെറ്റാഫേസ് പ്ലേറ്റിലേക്ക് അലൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്യും. ഇനി മെറ്റാഫേസ് 2ൽ എത്തുമ്പോൾ ഇവര് അലൈൻ ചെയ്ത് നിൽക്കും ഈ മെറ്റാഫേസ് പ്ലേറ്റിൽ, കറക്റ്റ് സെന്ററിൽ അലൈൻ ചെയ്യും. ഇനി ആനാഫേസ് ആകുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ തുടങ്ങും സിസ്റ്റർ ക്രോമാറ്റിഡ്സ്.
അത് മൈറ്റോസിസ് പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ബേസിക്കലി. എന്നിട്ട് ടീലോഫേസ് ആവുമ്പോൾ അത് വീണ്ടും എന്താ പറയാ 2 സെല്ലിലേക്ക് മാറും. സെപ്പറേറ്റ് ചെയ്ത സിസ്റ്റർ ക്രോമാറ്റിഡ്സ് രണ്ടും 2 സെല്ലിലേക്ക് മാറും. ഇവിടെ സൈറ്റോപ്ലാസം, ഈ സെല്ലിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് ടോട്ടലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സെൽസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് 4 സെല്ല് കിട്ടിയില്ലേ? ഈ 4 സെല്ലിലും ഈ ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസ് മാത്രമേ കാണത്തുള്ളൂ, അഥവാ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം. ഇതാണ് മിയോസിസ്. ഇവിടെ ഇനി പറയാനിരിക്കുന്നത്, ഞാൻ മനഃപൂർവ്വം സ്കിപ്പ് ചെയ്തൊരു പാർട്ട് ഉണ്ട് പ്രോഫേസ് 1-ൽ. പ്രോഫേസ് 1-നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് പ്രോഫേസ് 1-നെ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞത്. അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് മിയോസിസ്. ഇനി മൈറ്റോസിസ് എന്താ, മിയോസിസ് എന്താന്നുള്ളത് ഞാനൊരു വീഡിയോ കൂടെ ഷെയർ ചെയ്യും. അതിൽ നിന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ രണ്ടോടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഞാനൊക്കെ പ്ലസ് 2 പഠിച്ച സമയത്ത് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റ പാടാണ് എനിക്ക് അറിയാം. അപ്പോ അത് ഞാൻ വീഡിയോ കൂടെ കണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എൻ്റെ അടുത്ത് വരാം. ഇനി അടുത്ത സെക്ഷൻ, ക്രോമസോം ആൻഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഈ ഒരു ഇൻഡിവിജ്വലിലെ ക്രോമസോം വെച്ച് നമുക്ക് ആ ഇൻഡിവിജ്വലിന്റെ ജെൻഡർ മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാവർക്കും അറിയോ? ഹ്യൂമൻസിൽ എന്തൊക്കെ അറിയാം. തരത്തിലുള്ള സെക്സ് ക്രോമസോംസ് ആണ് കാണുക? ഹ്യൂമൻസിൽ ഒരു ഹ്യൂമൻ മെയിലിന്റെ സെക്സ് ക്രോമസോം എന്തൊക്കെയായിരിക്കും? അറിയുമായിരിക്കും. X വൈയും എക്സ് വൈയും. ആ, അതന്നെ. ഇതിനാണ് സെക്സ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി എന്താ പറയാ, ഈ സെക്സ് ക്രോമസോം വേണം. ഓക്കെ, ഈ സെക്സ് ക്രോമസോം ഏതൊക്കെ എന്ന് നോക്കിയിട്ടാണ് അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക. മാത്രമല്ല, ഈ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിലും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു. ബേർഡ്സിന്റെ കേസിൽ എക്സും വൈയും ഒന്നുമല്ല, സെഡും ഡബ്ല്യു ആണ്. ഓക്കെ, അങ്ങനെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഹ്യൂമൻസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ XXXY എന്ന് പറഞ്ഞ ക്രോമസോം വെച്ചിട്ടാണ് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാം. ഫീമെയിൽ ആണെങ്കിൽ രണ്ടും എന്താ പറയാ ഹോമോസൈഗസ് ആയിരിക്കും. ക്രോമസോംസ് എന്ന് പറയുന്നത് രണ്ടും എക്സ് ക്രോമസോം ആയിരിക്കും. ഓക്കെ, മെയിൽ ആണെങ്കിൽ ഹെട്രോഗാമിറ്റ്സ് ആയിരിക്കും, അഥവാ XY രണ്ടും 2 തരത്തിലുള്ള ക്രോമസോം ആയിരിക്കും. ഇപ്പോ ഹ്യൂമൻ ഫീമെയിലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ക്രോമസോം ആയതുകൊണ്ട് അവരെ ഹോമോഗാമറ്റിക് എന്നാണ് വിളിക്കുക. മെയിൽ ആകുമ്പോൾ ഹെട്രോഗാമറ്റിക് ആവും, രണ്ടും 2 ക്രോമസോം ആണല്ലോ, എക്സും വൈയും. അപ്പൊ ഹോമോഗാമറ്റിക് എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ ഹ്യൂമൻ ഫീമെയിൽ, ഹെട്രോഗാമറ്റിക് എന്ന് വിളിക്കുന്ന കണ്ടീഷന്റെ എക്സാമ്പിൾ ഹ്യൂമൻ മെയിൽ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഈ നമുക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോ ഈ കുട്ടിയുടെ ജെൻഡർ എന്ന് പറയുന്നത് 2 പാരന്റ്സിൽ നിന്ന് വരുന്ന ഗാമറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോ ഒരു മദറിൽ നിന്ന് എക്സ് ഗാമറ്റ് മാത്രമേ വരൂ. പിന്നെ ഫാദറിൽ നിന്ന് ഒന്നില്ലെങ്കിൽ എക്സ് വരാം, അല്ലെങ്കിൽ വൈ വരാം. ഓക്കെ, അപ്പോ ഈ കുട്ടികളിൽ ഏത് ഗാമറ്റ് ആണ് വരുന്നത്? ഇപ്പോ എക്സും ഫാദറിൽ നിന്നുള്ള എക്സും മദറിൽ നിന്നുള്ള എക്സും ആണ് വരുന്നതെങ്കിൽ കുട്ടി ഫീമെയിൽ ആയിരിക്കും. ഇപ്പൊ ഫാദറിൽ നിന്ന് വൈയും മദറിൽ നിന്ന് എക്സും വരികയാണെങ്കിൽ കുട്ടി മെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 പാരന്റിനും ഈക്വൽ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ചാൻസ് പ്രോബബിലിറ്റിന്റെ കേസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോ കുട്ടിയുടെ സെക്സ് എന്ന് പറയുന്നത് ബോത്ത് പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇനി നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ബേർഡ്സ് നോക്കാം. ഞാൻ ഹ്യൂമൻസിന്റെ കേസ് പറഞ്ഞു. ഇനി ബേർഡ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സും വൈയും എക്സും ഒന്നല്ല സെക്സ് ഡിറ്റർമൈൻ ചെയ്യാം. അവരുടെ ക്രോമസോംസ് ഒന്നില്ലെങ്കിൽ ZZ അല്ലെങ്കിൽ ZW കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ പക്ഷെങ്കിൽ ഹോമോസൈഗസ് ആയിട്ടുള്ള Z വരികയാണെങ്കിൽ അത് മെയിൽ ആയിരിക്കും. ഹ്യൂമൻസിന്റെ നേരെ ഓപ്പോസിറ്റാ. ഹ്യൂമൻസിൽ ഹോമോസൈഗസ് കണ്ടീഷൻ വരുന്നത് ഫീമെയിൽസിൽ മാത്രമാണ്. പക്ഷെ
ഇവിടെ ബേർഡ്സിന്റെ കേസ് വരുമ്പോ ഹോമോസൈഗസ് കണ്ടീഷൻ കാണുക മെയിൽസിലാണ്. ഓക്കെ, അതേസമയം ഫീമെയിൽസിൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ് ഉണ്ടാവുക, ZW. ഓക്കെ, മെയിലിൽ XX ഹ്യൂമൻസിൽ XXXY എന്ന് പറയുന്നതിന് പകരം ബേർഡ്സിൽ ZZZW എന്ന് പറയും. ഓക്കെ, ZZ വരികയാണെങ്കിൽ മെയിൽസ്, ZW വരികയാണെങ്കിൽ ഫീമെയിൽസ്. അത്രേ ഉള്ളൂ. ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ബേർഡ്സ്. നെക്സ്റ്റ്, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബി. ഇത് ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, ഹണി ബീസിന്റെ കേസ് വരികയാണെങ്കിൽ നമ്മുടെ നോർമൽ ഹ്യൂമൻസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമല്ലേ കുട്ടികൾ ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ഹണി ബീസിന് അത് ആവശ്യമില്ല. ഓക്കെ, അതിനെയാണ് പാർത്തനോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഹണി ബീസ് ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കാണ്ടുണ്ടാവുന്ന കുട്ടികളിൽ ഒരൊറ്റ തരത്തിലുള്ള ക്രോമസോം മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ഒരൊറ്റ ക്രോമസോം, രണ്ടെണ്ണം ഉണ്ടാവില്ല. അപ്പോ ഈ ഒരൊറ്റ ക്രോമസോം ഉള്ള ഹണി ബീസ് മെയിൽസ് അഥവാ ഡ്രോൺസ് എന്ന് വിളിക്കും. ഈ മെയിൽ ഹണി ബീസിനെ ഡ്രോൺ എന്നാണ് വിളിക്കുക. ഓക്കെ, അവര് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് എഗ്ഗിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പക്ഷെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽസ് ഉണ്ടാവണമെങ്കിൽ അവര് റീപ്രൊഡക്ഷൻ നടക്കണം. റീപ്രൊഡക്ഷൻ അല്ല, ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ ഫീമെയിൽസ് ഉണ്ടാകത്തുള്ളൂ. ഫീമെയിൽസിന് 2 ക്രോമസോംസ് ഉണ്ടാവും. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് കുട്ടികളാവുകയാണെങ്കിൽ, പ്രോജനി ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് പാർത്തനോജെനിസിസ് എന്ന് വിളിക്കുന്നത്. ഇത് മനസ്സിലായില്ലേ? സെക്സ് ഡിറ്റർമിനേഷൻ മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ഇവിടെ ബേസിക്കലി ഞാൻ ഒന്നുകൂടെ പറയാം. ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് മെയിൽ ആയിരിക്കും. അഥവാ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉണ്ടാവുന്നതെങ്കിൽ അത് ഫീമെയിൽസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഹണി ബീസിൽ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. നമ്മുടെ കേസിൽ XX XY ഒക്കെ വെച്ചിട്ടാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടക്കുക. ബേർഡ്സിന്റെ കേസ് ആണെങ്കിൽ ZZZW കേസ് വെച്ചിട്ടാണ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുക. പക്ഷെങ്കിൽ ഇവരുടെ കേസിൽ ഹാപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണെങ്കിൽ മെയിൽസ്, ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണെങ്കിൽ ഫീമെയിൽസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇപ്പോ നമ്മുടെ എന്താ പറയാ 46 ക്രോമസോമില് അഥവാ 23 പെയർസ് ഓഫ് ക്രോമസോമില് ഒരു പെയർ എന്തായാലും സെക്സ് ക്രോമസോമിനുള്ളതാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ XXXY. ബാക്കിയുള്ള ക്രോമസോംസിനെ ഒക്കെ നമ്മൾ എന്താ വിളിക്കുക? ആർക്കെങ്കിലും അറിയോ? ഈ രണ്ട് ക്രോമസോം അഥവാ ഒരു പെയറിനെ നമ്മൾ സെക്സ് ക്രോമസോം എന്ന് വിളിക്കും. ബാക്കിയുള്ളതിനെ അറിയോ എന്താ വിളിക്കാന്ന്? എനിവൺ? ഞാൻ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചായിരുന്നു. ഏത് സ്ലൈഡാന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ സ്ലൈഡ് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇല്ല, ഓട്ടോസോംസ് ഇവിടെ കൊടുത്തായിരുന്നു. ബാക്കിയുള്ള ക്രോമസോംസ്, ഈ സെക്സ് ക്രോമസോംസ് അല്ലാതെ വരുന്ന ബാക്കിയുള്ള ക്രോമസോംസിനെയാണ് ഓട്ടോസോംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസിന് വിളിക്കുന്നതാണ്. ഈ എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എക്സ് ക്രോമസോം ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, അതിനെയാണ് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അല്ല, സോറി, ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ എക്സ് ക്രോമസോം
ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എക്സ് ക്രോമസോം ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ പാറ്റേണിനെയാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അത് മനസ്സിൽ വെച്ചോ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ എക്സ് ക്രോമസോം ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു മെയിലിൽ എക്സ് വൈ ക്രോമസോം ആണ് നമ്മൾ കാണുക. ഫീമെയിലിന്റെ കേസ് വരുമ്പോൾ അത് എക്സ് ക്രോമസോം ആണ് കാണുക. ഇത് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സ് വൈ ഫാദർ, മദർ ആകും എക്സ്. ഈ ഫാദറിന് ഏതൊക്കെ തരത്തിലുള്ള ഗാമേറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും? ഒന്നില്ലെങ്കിൽ എക്സ് ക്രോമസോം ഉള്ള ഗാമേറ്റ് അല്ലെങ്കിൽ വൈ ക്രോമസോം ഉള്ള ഗാമേറ്റ്. മദറിനാണെങ്കിൽ ഒരു തരത്തിലുള്ള ഗാമേറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ, എക്സ് ക്രോമസോമിന്റെ ഗാമേറ്റ് മാത്രം. അവിടെ വൈ ഇല്ലല്ലോ. അപ്പോ ഇവര് പ്രോജനി ഉണ്ടാകുമ്പോ അഥവാ കുട്ടികൾ ആകുമ്പോ, ഇവരുടെ കുട്ടികൾ ഉണ്ടാകുമ്പോ ഒന്നില്ലെങ്കിൽ അത് ഫാദറിൽ നിന്ന് വരുന്ന എക്സും മദറിൽ നിന്നും വരുന്ന എക്സും വെച്ച് ഡോട്ടർ ആവാം. അതല്ലെങ്കിൽ ഫാദറിൽ നിന്ന് വരുന്ന വൈയും മദറിൽ നിന്നും വരുന്ന എക്സും വെച്ച് സണ്ണാവാം. ഓക്കെ, ഒന്നില്ല ആണാവാം അല്ല പെണ്ണാവാം. 50-50 ചാൻസ് ആണ്. ഇനിയിപ്പോ നമുക്കൊരു ഡിസീസ് കണ്ടീഷൻ വെച്ച് നോക്കാം. ഇപ്പൊ ഹീമോഫീലിയ അതൊരു ഡിസീസ് ആണ്. ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ അത് അഫക്റ്റഡ് ഉള്ള പേഴ്സണില് ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല പെട്ടെന്നൊന്നും. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഇപ്പൊ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിനാണ് ഹീമോഫീലിയ എന്ന് വിളിക്കുന്നത്, അസുഖത്തിന്. അത് എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. അത് വിളിക്കാൻ കാരണം എന്ത്? ക്ലിയർ അല്ലല്ലോ. ബ്രേക്കാണ്. ഇപ്പോഴോ? ഇപ്പൊ കുഴപ്പമില്ല. ശരിയായോ? ഓക്കെ. ഓക്കെ. ഫാദറിൽ ഒരു ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു എക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. ആ എക്സ് ക്രോമസോമിന് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഹീമോഫീലിയ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും മ്യൂട്ടേഷൻ അല്ല, ഒരു പർട്ടിക്കുലർ മ്യൂട്ടേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോ ഈ എക്സ് ക്രോമസോമിൽ മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഹീമോഫീലിയ ഉണ്ടാവും. ആ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ഒരെണ്ണം മാത്രമാണ് കാണുന്നുള്ളതെങ്കിൽ, ഇപ്പോ മദറിന്റെ കേസിൽ ഒരു എക്സ് ക്രോമസോം മ്യൂട്ടേറ്റഡ് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, വേറൊരു എക്സ് ക്രോമസോം ഉണ്ട് അവിടെ. ഈ എക്സ് ക്രോമസോം മ്യൂട്ടേറ്റഡ് ആണെങ്കിൽ അത് എന്താ പറയാ, വർക്ക് ചെയ്യത്തില്ല അവിടെ. അത് ബാർ ബോഡി എന്ന് പറയും അതിന്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി അത് ഇനാക്റ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതിന് പകരം വേറൊരു എക്സ് ക്രോമസോം ഇവിടെ ഉണ്ട് മദറിന്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോ മദറിൽ ഒരു എക്സ് ക്രോമസോം മ്യൂട്ടേറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഫാദറിന്റെ കേസിൽ ആ ഒരു എക്സ് ക്രോമസോം മ്യൂട്ടേറ്റ് ആയി കഴിഞ്ഞാൽ വേറൊരു എക്സ് അവിടെ ഇല്ല, പകരം ഒരു വൈ ആണുള്ളത്. അപ്പോ ആ ആൺകുട്ടികളിൽ ഹീമോഫീലിയ കാണും. ഓക്കെ, കാരണം അതെന്തായാലും എക്സ്പ്രസ് ചെയ്യും. ഒരൊറ്റ എക്സ് അല്ലേ ഉള്ളൂ, അപ്പൊ അത് എക്സ്പ്രസ് ചെയ്ത് തന്നെ ഇരിക്കും. അപ്പോ ആൺകുട്ടികളിൽ ഹീമോഫീലിയ ഉണ്ടാവും. ഇനി ഒരു ഹീമോഫീലിയ ഉള്ള ആളും അതേപോലെ ഒരു ഹീമോഫീലിയ ഉള്ള മെയിൽ പിന്നെ നോർമൽ ആയിട്ടുള്ള മദർ, ഇവർ തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഇങ്ങനെ ഒരു റേഷ്യോയിലുള്ള കുട്ടികളാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഇവിടെ ഒരു ഫാദറിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം അല്ലെങ്കിൽ വൈ ക്രോമസോം ആണ് ഗാമേറ്റിൽ കാണുക, ഗാമേറ്റിൽ ഉണ്ടാവുക. മദറിന്റെ കേസിൽ ജസ്റ്റ് ഒരു നോർമൽ എക്സ് ക്രോമസോം അത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ മദറിൽ നിന്ന് ഒരു എക്സ് ക്രോമസോമും ഫാദറിൽ നിന്ന് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോമും വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയെ അഥവാ പെൺകുട്ടിയെ എന്താ പറയാ, ആ പെൺകുട്ടിയിൽ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ഒരു നോർമൽ എക്സ് ക്രോമസോമും ഉണ്ടാവും. അപ്പോ ഈ ഒരു കുട്ടിയിൽ ഈ ഹീമോഫീലിയ കാണത്തില്ല, കാരണം വേറൊരു എക്സ് ക്രോമസോം അവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ദെൻ ഇവരെ ഇങ്ങനെയുള്ള കേസിൽ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോമും
ഒരു നോർമൽ എക്സ് ക്രോമസോം ഉണ്ടാകുന്ന കേസിൽ ആ ഒരു ഡോട്ടറിന് അഥവാ പെൺകുട്ടിയെ കാരിയസ് എന്ന് വിളിക്കും. ഓക്കെ, കാരിയസ്. പിന്നെ അടുത്ത കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഫാദറിന്റെ ഈ വൈ ക്രോമസോം, പിന്നെ മദറിന്റെ എക്സ് ക്രോമസോം. ഇത് വന്നു കഴിഞ്ഞാലും ബേസിക്കലി ആ ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ആ കുട്ടി നോർമൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഇപ്പൊ ഒരു ജനറേഷൻ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അടുത്ത ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡോട്ടർ മാരി ചെയ്യുന്നത് എന്താ പറയാ, ഒരു ഡോട്ടർ മാരി ചെയ്യുന്നത് ഒരു നോർമൽ പേഴ്സണെ എന്നിരിക്കട്ടെ. ഒരു നോർമൽ പേഴ്സണെ മാരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ അവിടെ ഉണ്ടാകുക? ഡോട്ടറിന്റെ ഇതിനകത്ത് ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം ഉണ്ടാവും, ഒരു നോർമൽ എക്സ് ക്രോമസോം ഉണ്ടാവും. പിന്നെ ഫാദറിൽ എന്തെന്ന് പറയാ, നോർമൽ എക്സ് നോർമൽ വൈ ക്രോമസോം. ഓക്കെ, ഇവിടെ അത് കാണിച്ചിട്ടില്ല. അത് കാണിക്കുന്നത് വേറെ എവിടെയുള്ള, അത് ഞാൻ കൊടുത്തിട്ടില്ല. ബേസിക്കലി ഒരു ഡോട്ടറിൽ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ് ക്രോമസോം, ഒരു നോർമൽ എക്സ് ക്രോമസോം, മാരി ചെയ്യുന്ന ആളില് നോർമൽ എക്സ് വൈ ക്രോമസോം. അപ്പോ ഇവരിൽ നിന്ന് എന്തൊക്കെ ഗാമേറ്റ് ഉണ്ടാവും? ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എക്സ് ക്രോമസോം, പിന്നെ ഒരു നോർമൽ എക്സ് ക്രോമസോം. ഇതാണ് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അഥവാ ഈ ഡോട്ടർ. ഓക്കെ, മെയിൽ എന്ന് പറയുമ്പോൾ നോർമൽ എക്സ് ക്രോമസോമും നോർമൽ വൈ ക്രോമസോമും പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഇവരിപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ മദർ ഈ ഒരു ഗാമേറ്റ്, ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഗാമേറ്റ് ആണ് കുട്ടിയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മദർ നോർമൽ ഗാമേറ്റ് കൊടുക്കും കുട്ടിക്ക്. നോർമൽ ഗാമേറ്റ് കുട്ടിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ കുട്ടിയിൽ ഒന്നും അസുഖം ഉണ്ടാവില്ല, കാരിയറും ആവില്ല, അസുഖവും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഈ ക്രോമസോമാണ് കുട്ടിയിലേക്ക് കൊടുക്കുന്നത് എന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഫാദറിൽ നിന്ന് ഒന്നില്ലെങ്കിൽ എക്സ് ക്രോമസോം വരും, അന്നേരം ആ കുട്ടി കാരിയറായി. അപ്പോ ഫാദറിൽ നിന്ന് വൈ ക്രോമസോമാണ് വരുന്നതെങ്കിൽ ആ കുട്ടി എഫക്റ്റഡ് ആയി. ഓക്കെ, അത് തേർഡ് ജനറേഷൻ ആയിട്ട് കണക്ക് കൂട്ടാം. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫാദർ, എഫക്റ്റഡ് ആയിട്ടുള്ള ഫാദറിനെ വെച്ചിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുള്ള ഫാദർ. അപ്പോ ഇവരുടെ കുട്ടികളിൽ ആർക്കും ഈ അസുഖം വന്നിട്ടില്ലല്ലോ. കാരണം എക്സും വൈയും വന്നു കഴിഞ്ഞാൽ നോർമൽ മെയിലാണ് ഉണ്ടാവുന്നത്. എക്സും വന്നു കഴിഞ്ഞാൽ കാരിയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോ സെക്കൻഡ് ജനറേഷനിൽ ആർക്കും അസുഖമില്ല, കാരിയേഴ്സ് മാത്രമേ ഉണ്ട്. പക്ഷെങ്കിൽ തേർഡ് ജനറേഷനിൽ ഈ കാരിയർ ആയിട്ടുള്ള ഡോട്ടർ ഒരു ആളെ മാരി ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന കുട്ടികളിൽ ഈ ഹീമോഫീലിയ കാണും. ഓക്കെ, ഇവിടെ ഈ ഒരു പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിനെയാണ് ക്രിസ് ക്രോസ് പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ആദ്യം ഫാദറിൽ വരും, പിന്നെ അടുത്ത അവർക്കുണ്ടാകുന്ന കുട്ടികളിൽ ഡോട്ടർ കാരിയേഴ്സ് ആവും. ആ ഒരു ജനറേഷനിലായിരിക്കും ഈ ഒരു അസുഖം കാണത്തില്ല, ഹീമോഫീലിയ കാണത്തില്ല. അത് കഴിഞ്ഞ് ഇവരുടെ മക്കള് അഥവാ ഈ ഫസ്റ്റ് ജനറേഷന്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സ് അഥവാ ഗ്രാൻഡ് സൺസ്, ഇവരില് ഈ അസുഖം വീണ്ടും കാണിക്കും. ഇതിനെയാണ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? ഇതാ ഞാൻ ഇവിടെ ഇത് വായിച്ചാൽ ഈ ഒരു സെന്റൻസ് വായിച്ചോക്ക്. When a male has a defective sex-linked gene located on X chromosome, he transmits the defective X chromosome to his daughter only. Okay, ആദ്യം അവരുടെ ഡോട്ടറിന് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, സൺസിന് ആർക്കും കിട്ടത്തില്ല. ആ കിട്ടുന്ന ഡോട്ടർ ആണെങ്കിൽ കാരിയേഴ്സ് ആയിരിക്കും ഹീമോഫീലിയന്റെ കേസിൽ. എന്നിട്ട് ഈ ഒരു ഫീമെയില് അവരുടെ അടുത്ത ജനറേഷനിൽ ആ ഫീമെയിലിന്റെ കുട്ടികളിൽ ആൺകുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും ഹീമോഫീലിയ വരും. 50 ചാൻസ് ഉണ്ട് ഹീമോഫീലിയ വരാൻ, അഥവാ ഈ ഒരു ഡിഫക്റ്റീവായ ജീന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ആ ജനറേഷനിൽ എന്തായാലും കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കും. ഓക്കെ, ഫീമെയിൽസ് ആണെങ്കിൽ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഈ ഫീമെയിൽസിന്റെ കേസിൽ ഇവർ വീണ്ടും കാരിയേഴ്സ് ആവും. ഓക്കെ, പിന്നെ ഈ ഹീമോഫീലിയന്റെ കേസിൽ ഞാൻ ഈ കാരിയർ ആയിട്ടുള്ള ഒരു ഫീമെയില് ഒരു
അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലും കൂടെ മീറ്റ് ചെയ്ത് എന്തെന്നാ കിട്ടുക കുട്ടികളിൽ? അഫക്റ്റഡ് ആയിട്ടുള്ള മെയിലും ക്യാരിയർ ആയിട്ടുള്ള ഫീമെയിലും ഇവര് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ